ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 266 വാല്യം 6. ഈശോ കൊറാസിമിൽ ഒരു തച്ചന്റെ ജോലി ചെയ്യുന്നു. ഒരു ആശാരിയുടെ പണിപ്പുരയിൽ ഈശോ വളരെ വേഗത്തിൽ പണിയുന്നു. ഒരു ചക്രം തീർക്കുകയാണ്. ഒരു ബാലൻ കൂടെയുണ്ട്, മെലിഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന കുട്ടി. അവൻ ഓരോ ആയുധവും മറ്റും എടുത്തുകൊടുത്ത് ഈശോയെ സഹായിക്കുന്നുണ്ട്. മനേയൻ ഭിത്തിക്കരികിൽ കിടക്കുന്ന ബെഞ്ചിലിരുന്ന് ഈശോയുടെ പണി താല്പര്യത്തോടെ നോക്കി വിസ്മയിക്കുന്നു. ഈശോ തൻ്റെ നല്ല ഉടുപ്പ് മാറ്റി ഇരുണ്ട നിറത്തിലൊന്നാണ് ധരിച്ചിരിക്കുന്നത്. മുട്ടിന് താഴെ കാലിൻ്റെ പകുതി വരെ മാത്രമേ അതിനിറക്കമുള്ളൂ. പല കഷ്ണങ്ങൾ കൂട്ടി തുന്നിയതാണെങ്കിലും അത് വൃത്തിയുള്ളതാണ്. മരിച്ചുപോയ ആശാരിയുടേതായിരിക്കണം പണിക്ക് ധരിക്കുന്ന ആ ഉടുപ്പ്. പുഞ്ചിരി തൂകിയും കാരുണ്യം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞും ഈശോ ബാലനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. പശ തയ്യാറാക്കേണ്ടതും അലമാരയുടെ വശങ്ങൾ മിനുക്കേണ്ടതെങ്ങനെയെന്നും വാത്സല്യത്തോടെ അവന് പറഞ്ഞു കൊടുത്തു. ഗുരുവേ, അത് പൂർത്തിയാക്കാൻ നിനക്ക് അധിക സമയം വേണ്ടി വന്നില്ലല്ലോ. കുട്ടി മിനുക്കിക്കൊണ്ടിരുന്ന അലമാരയുടെ വശത്ത് വിരലോടിച്ചുകൊണ്ട് മനേയൻ പറയുന്നു. ഇത് മിക്കവാറും പണി തീർന്നതായിരുന്നു. നീ ഉണ്ടാക്കിയ ഈ അലമാര എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. പക്ഷേ വാങ്ങാനുള്ള ആൾ വന്നു കഴിഞ്ഞു. അയാൾക്ക് എന്തോ അവകാശം ഉണ്ടെന്നുള്ള ഭാവമാണ്. നീ അവനെ നിരാശപ്പെടുത്തി. അവൻ വായ്പ കൊടുത്ത തുച്ഛമായ തുകയ്ക്ക് ഇതെല്ലാം സ്വന്തമാക്കാമെന്നാണ് അയാളുടെ പ്രതീക്ഷ. എന്നാൽ ഇനി അവൻ്റെ സാധനങ്ങളല്ലാതെ മറ്റൊന്നും എടുക്കാൻ പറ്റില്ല. ഇയാൾ നിന്നിൽ വിശ്വസിക്കുന്നവനായിരുന്നുവെങ്കിൽ ഇത് അവന് അമൂല്യമായ വസ്തു ആകുമായിരുന്നു. എന്നാൽ നീ അത് കേട്ടോ. അവനെ വിട്ടേക്കൂ. ഇവിടെ വേറെ കുറച്ച് തടിയുണ്ടല്ലോ, അത് ഉപയോഗിച്ച് അല്പം ലാഭം ഉണ്ടാക്കിയാൽ ആ സ്ത്രീക്ക് സന്തോഷമാകും. ഒരു പെട്ടി അലമാരയ്ക്ക് നീ ആവശ്യപ്പെടുക, ഞാൻ അത് ഉണ്ടാക്കിത്തരാം. നേരോ ഗുരുവേ, ഇനിയും തുടർന്ന് പണിയാനാണോ ഉദ്ദേശ്യം? ഉള്ള തടി തീരുന്നതുവരെ. ഞാൻ നല്ല മനസാക്ഷിയുള്ള ഒരു പണിക്കാരനാ. കൂടുതൽ പുഞ്ചിരിയോടെ ഈശോ പറയുന്നു. നീ നിർമ്മിക്കുന്ന ഒരു പെട്ടി അലമാര എത്ര സമ്പൂജ്യമായ വസ്തു. എന്നാൽ എന്ത് സാധനം ഞാൻ അതിനുള്ളിൽ വയ്ക്കും? നിനക്കിഷ്ടമുള്ളതെല്ലാം വയ്ക്കാമല്ലോ മനേയ. അത് ഒരു പെട്ടി അലമാര മാത്രം. അതല്ല, നീ ഉണ്ടാക്കുന്ന പെട്ടിയല്ലേ, അതിൽ ഞാൻ എന്തു വയ്ക്കും? അതുകൊണ്ട് എൻ്റെ പിതാവ് മനുഷ്യനെ നിർമ്മിച്ചു. എന്നിട്ട് മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വയ്ക്കുന്നത്? മനുഷ്യരെല്ലാം അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കുന്നത്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്നെടുക്കുകയും പണിയുടെ ജോലികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ പാപമാണ് ഞങ്ങൾ വച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യം. നോക്കൂ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഞാനുണ്ടാക്കിയ അലമാരയേക്കാൾ വിലയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. വസ്തുക്കളും പ്രവർത്തനങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എൻ്റെ അലമാരയിൽ നിന്ന് നിങ്ങളുടെ ആത്മാക്കൾക്ക് ഒരു പൂജ്യ വസ്തുവിനെ നേടുവിൻ എന്നു പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പാഠം നിങ്ങളുടെ അരൂപിക്ക് നിങ്ങൾ നൽകുക. നിന്റെ ഉപവി, എളിമ, ജോലി, പിന്നെ ഈ നന്മകൾ, ഇത് ശരിയല്ലേ? അതെ, ഭാവിയിൽ നിങ്ങളും ഇതുപോലെ ചെയ്യുക. ഉവ്വ് ഗുരുവേ, എന്നാൽ നീ എനിക്കും ഒരു പെട്ടി അലമാര ഉണ്ടാക്കി തരുമോ? തരാം, ഞാൻ ഉണ്ടാക്കി തരാം. എന്നാൽ നീ അത് ഒരു പൂജ്യ വസ്തുവായി കരുതുന്നതിനാൽ അതിനു കൂടെ കൂട്ടി ഒരു വില നീ എനിക്ക് തരേണ്ടതാണ്. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പണത്തോട് അത്യാഗ്രഹം കാണിച്ചുവെന്ന് അവർക്ക് പറയാൻ കഴിയുമല്ലോ. എന്നാൽ നിനക്കറിയാം പണം ആർക്കു വേണ്ടിയാണെന്ന്. ദരിദ്രരായ ഈ അനാഥ കുട്ടികൾക്ക് വേണ്ടി. നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം, ഞാൻ അത് തരാം. ദൈവപുത്രനായ നീ പണിയുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ അലസനായിരിക്കുന്നതിന് അത് പരിഹാരമാകട്ടെ. സമ്മതിച്ചിരിക്കുന്നു. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കണം. പക്ഷേ അത് പാപം ചെയ്ത മനുഷ്യനുള്ള കൽപ്പനയാണ്, നിനക്കായിട്ടുള്ളതല്ല. ഓ, ഒരു ദിവസം ഞാനായിരിക്കും പാപം ചെയ്തവൻ. അന്ന് ലോകം മുഴുവൻ്റെയും പാപം എൻ്റെ മേൽ ഞാൻ വഹിക്കും. എൻ്റെ ആദ്യത്തെ പോക്കിൽ
അതെല്ലാം ഞാൻ ദൂരേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് മനുഷ്യൻ പാപം ചെയ്യുകയില്ലെന്നാണോ നീ കരുതുന്നത്? ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ലോകം എന്നും പാപം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ മേലുണ്ടാകുന്ന ഭാരം എൻ്റെ ഹൃദയം തകർക്കത്തക്ക വിധം വലുതായിരിക്കുന്നത്. കാരണം ആദത്തിന്റെ പാപം തുടങ്ങി ആ സമയം വരെ ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ ആ നാഴിക മുതൽ ലോകാവസാനം വരെ ചെയ്യപ്പെടുന്ന പാപങ്ങളും എൻ്റെ മേൽ വഹിക്കണം. മനുഷ്യന്റെ എല്ലാ പാപങ്ങൾക്കും ഞാൻ പരിഹാരം ചെയ്യും. എന്നിട്ടും മനുഷ്യൻ നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയില്ലല്ലോ. ദരിദ്രമായ ഒരു കുടുംബത്തെ സഹായിക്കാൻ നിശബ്ദമായി നീ ചെയ്യുന്ന ഈ ജോലി നിമിത്തം കൊറാസീൻ നിന്നിലേക്ക് തിരിയുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, അവർ തിരിയുകയില്ല. അവർ പറയും, അവൻ സമയം കൊല്ലാനാണ് ആ പണി ചെയ്തത്, ആ പണം അവൻ എടുക്കുകയും ചെയ്യും എന്ന്. എൻ്റെ പക്കൽ പണം ഒട്ടുമില്ലാതായി. എല്ലാം ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തതാണ്. എൻ്റെ പക്കൽ ഉള്ളത് മുഴുവൻ ഞാൻ എല്ലായ്പ്പോഴും കൊടുക്കും. ഏറ്റവും ചെറിയ നാണയം വരെ കൊടുക്കും. ഞാനിപ്പോൾ ജോലി ചെയ്തതും പണം കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിന്റെയും മാത്യുവിൻ്റെയും ഭക്ഷണകാര്യം എങ്ങനെ? ദൈവം അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ നീ ഞങ്ങൾക്ക് ഭക്ഷണം തന്നല്ലോ. തീർച്ചയായും. ആ വീട്ടുടമയോട് ചോദിക്കുക. കഫർനാമിൽ ചെന്നാൽ ഉടനെ ഞാൻ ചോദിക്കും. തുടർന്നുള്ള നിശബ്ദതയിൽ ചക്രത്തിന്റെ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുന്നതിന് ആണിയടിക്കുന്ന ശബ്ദം മാത്രമേയുള്ളൂ. അല്പം കഴിഞ്ഞ് മനയൻ ചോദിക്കുന്നു, സാപത്തിന് മുമ്പ് നീ എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഫർനാമിൽ പോയി അപ്പസ്തോലന്മാരെ കാത്തിരിക്കും. എല്ലാ സാപത്തിനും വൈകുന്നേരം ഒരുമിച്ച് കൂടി സാപത്ത് ചിലവഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. മാത്യുവിന് സുഖമായിട്ടുണ്ടെങ്കിൽ സുവിശേഷ പ്രസംഗത്തിനായി ഈ 2 പേരായി 6 ഗണം പോകും. ഇല്ലെങ്കിൽ നിനക്ക് അവരുടെ കൂടെ പോകുവാൻ ആഗ്രഹമുണ്ടോ? ഗുരുവേ, ഞാൻ നിന്റെ കൂടെ നിന്നുകൊള്ളാം. എന്നാൽ ഞാൻ നിനക്ക് ഒരു ഉപദേശം നൽകട്ടെ. ആകട്ടെ, എന്താണെന്ന് പറയൂ. അത് നീതിയുക്തമാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം. ഗുരുവേ, നിനക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അതിനാൽ ഒരിക്കലും നീ തനിയെ ആകാതെ സൂക്ഷിക്കണം. എനിക്കറിയാം. അപകടവേളകളിൽ അപ്പസ്തോലന്മാർ സഹായമായിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ അതുകൊണ്ട് ഉപകാരമില്ല. എൻ്റെ ശത്രുക്കൾ എന്നെ പിടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പസ്തോലന്മാരെക്കാൾ കൂടുതൽ ആൾ കൂട്ടിയായിരിക്കും വരിക. അത് സാരമില്ല. എന്നാലും നീ ഒറ്റയ്ക്കായിരിക്കരുത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരാളം ശിഷ്യർ എൻ്റെ കൂടെ വരും. സുവിശേഷ പ്രസംഗത്തിന് അയക്കാൻ ഞാൻ അവരെ നോക്കുന്നു. ഞാൻ ഒരിക്കലും തനിയെ ആയിരിക്കില്ല. വിഷമിക്കേണ്ട. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊറാസിമിൽ നിന്നും നിരീക്ഷണത്തിനായി വന്നവർ ഒന്നും സംസാരിക്കാതെ തിരിച്ചു പോകുന്നു. നീ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ആശ്ചര്യം തോന്നുകയാണ്. പക്ഷേ ഇങ്ങനെയാണ് അവൻ പഠിപ്പിക്കുന്നത് എന്ന് പറയാനുള്ള വിനയം അവർക്കില്ല. ഏറ്റവും നല്ലവരായി ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചവർ എൻ്റെ ശിഷ്യരുടെ ഗണത്തിലുണ്ട്. ഒരാൾ മാത്രം ഒരു വൃദ്ധൻ മരിച്ചുപോയി. സാരമില്ല. ഒരു പാഠം എപ്പോഴും ഒരു പാഠം തന്നെയാണ്. നീ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് ശിഷ്യന്മാർ അറിയുമ്പോൾ അവർ എന്തു പറയും? അവർ 11 പേരാണ്. മാത്യുവിന് പറയാനുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞു. ശേഷമുള്ള 11 പേർ 11 അഭിപ്രായം പറയും. അതിലധികവും എന്നെ എതിർക്കുന്നവരായിരിക്കും. പക്ഷേ അവരെ പഠിപ്പിക്കുന്നതിന് ഇത് എനിക്ക് ഉപകരിക്കും. ആ പാഠം ശ്രവിക്കാൻ എന്നെയും അനുവദിക്കാമോ? നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഞാനൊരു ശിഷ്യൻ മാത്രം. അവർ അപ്പസ്തോലന്മാരല്ലേ? അപ്പസ്തോലന്മാർക്ക് കൊള്ളാവുന്നതെല്ലാം ശിഷ്യന്മാർക്കും കൊള്ളാവുന്നതാണ്. നീതി എന്താണെന്ന് എൻ്റെ സാന്നിധ്യത്തിൽ വിശദീകരിച്ചാൽ അവർക്ക് എതിർപ്പുണ്ടാകാൻ പാടുണ്ട്. അത് അവരെ വിനീതരാക്കുന്നതിന് ഉപകരിക്കും. നിൽക്കൂ മനേയൻ, നല്ല മനസ്സോടെ ഞാൻ നിന്നുകൊള്ളാം. ഒരു സ്ത്രീ വന്ന് പറയുന്നു,
ഗുരു, ഭക്ഷണം തയ്യാറായിരിക്കുന്നു. നീ അമിതമായി ജോലി ചെയ്യുന്നല്ലോ. ഞാൻ എൻ്റെ അപ്പം നേടുന്നു. പിന്നെ ഇവിടെ ഒരു പുതിയ ഇടപാടുകാരൻ. അവന് ഒരു പെട്ടി അലമാര വേണം. നല്ല വില തരും. ഇവിടെയുള്ള തടി മുഴുവൻ തീരും. ഒന്നും മിച്ചമുണ്ടാകുകയില്ല. പണി ചെയ്യാൻ ധരിച്ചിരുന്ന ഉടുപ്പ് മാറ്റിക്കൊണ്ട് ഈശോ പറയുന്നു. അടുക്കളത്തോട്ടത്തിൽ ആ സ്ത്രീ വച്ചിരുന്ന വെള്ളം കൊണ്ട് ഈശോ കൈ കഴുകുന്നുണ്ട്. ഒരു ദീർഘകാലത്തെ ദുഃഖത്തിന് ശേഷം മുഖത്ത് സ്ഫുരിച്ച പുഞ്ചിരിയോടെ അവൾ പറയുന്നു, തടിയിരുന്ന സ്ഥലം ശൂന്യം, വീട് നിറയെ നിന്റെ സാന്നിധ്യം. എൻ്റെ ഹൃദയത്തിൽ സമാധാനം. ഗുരുവേ, നാളെയെപ്പറ്റി ഇനി എനിക്ക് ആകുലതയില്ല. പിന്നെ ഞങ്ങൾ നിന്നെ മറക്കുമെന്ന് നീ ഒരിക്കലും കരുതേണ്ട. അവർ അടുക്കളയിൽ പ്രവേശിക്കുന്നു. ദർശനം അവസാനിച്ചു.